ഒരു കാശിന് കൊള്ളൂല. ആദ്യം അങ്ങനെ അടിച്ചു കൊല്ലണം. ഇല്ല ബ്രോ, ലാസ്റ്റ് കൊണ്ട് കളഞ്ഞു ബ്രോ. ചാൻസ് ആണ്, പക്ഷേ ലാസ്റ്റ് കൊണ്ട് കളഞ്ഞു. വെങ്കട്ട് പ്രഭു തല ഫാനാണ്. വണ്ണി വിജയ് കിട്ടിയ വണ്ണി പടം പോലെ VFX ഒക്കെ ഭയങ്കര അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. നല്ല സിനിമ, 150 വർത്ത് വാച്ച്. നെഗറ്റീവ് ഒന്നുമില്ല, കിട്ടില്ല പടം, എല്ലാവരും പോയി കാണണം, ഒരു പ്രശ്നമില്ലാത്ത പടമാണ്. ബിജിഎമൊക്കെ പോരാ, അനിരുദ്ധാണ് ഈ പടം കയറിയാന്. കുറ്റം പറയുന്നവർ പറഞ്ഞിട്ടേ ഇരിക്കുള്ളൂ, പക്ഷേ വിജയ് കയറിക്കൊണ്ട് വരും. അതാണ് വിജയുടെ ഇത്. പ്രഭുദേവനെക്കാട്ടി സൂപ്പർ ഡാൻസ് വിജയ്. സൂപ്പർ ഡാൻസ്, അടിപൊളി പരിപാടി. മികച്ച ഒരു പടം. ഒരു കാശിന് കൊള്ളൂല. എന്തൊരു ചെയ്തു വെച്ചിക്കണമെന്ന് ആർക്കും പറഞ്ഞു. ലാസ്റ്റ് ഭാഗം വന്നിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് ചെയ്ത് വെച്ചിക്കണേന്ന്. ആദ്യം അങ്ങനെ അടിച്ചു കൊല്ലണം. ഒട്ടും കൊള്ളൂലേ പടം. യുവൻ ശങ്കർ രാജ പടമൊക്കെ കൊള്ളാം, വിജയൊക്കെ സൂപ്പർ ആയിട്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ വളരെ ഷോക്കാണ്. ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിജിഎമൊക്കെ പോരാ. അനിരുദ്ധാണ് ഈ പടം കയറിയാന്. മ്യൂസിക്സ് അത്ര പോരാ, പിന്നെ ഫാൻസിന് പറ്റിയൊരു പടം അത്ര. ആക്ടിങ് നൈസാണ്, സൂപ്പറായിട്ട്. കുഴപ്പമില്ല. സൂപ്പർ പടം. വിജയുടെ പടം സൂപ്പർ. വിജയുടെ ടീമൊന്നും ആയിട്ടില്ല, സൂപ്പർ പടം. കൊള്ളാം, സൂപ്പറാ. കൊള്ളാം, ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, സൂപ്പർ. കുഴപ്പമില്ല, കൊള്ളാം. സിനിമ കൊള്ളാം, ഒരു വിഷയം കൊള്ളാം. വിജയ് ഡയറക്ടർ വിജയൻ്റെ വേഷങ്ങൾ കൊള്ളാം. കുഴപ്പമില്ല, മീഡിയം കുഴപ്പമില്ല. ഇല്ല, എടുത്ത് പറയാനൊന്നുമില്ല, ഒരു മീഡിയം പടം അത്രയേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല. കുഴപ്പമില്ല, നല്ല അഭിനയമാണ്. വിജയ് പെർഫോമൻസ് കൊള്ളാം, നല്ല ഡീസൻ്റ് ആയിരുന്നു. പടം കൊള്ളാം. ഇറങ്ങിയ പടം നല്ല ഫിലിമാണ്, നല്ല ഫിലിമായിരുന്നു. കൊള്ളാം, പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. ആവറേജ് ബ്രോ, ആവറേജ്. ലാസ്റ്റ് കൊണ്ട് കളഞ്ഞു ബ്രോ. നേരോടെ എഴുതി നിർത്തായിരുന്നു, ഇതിപ്പം നിരാശപ്പെടുത്തി. ഇല്ല ബ്രോ, ലാസ്റ്റ് കൊണ്ട് കളഞ്ഞു ബ്രോ. ചാൻസ് ആണ്, പക്ഷേ ലാസ്റ്റ് കൊണ്ട് കളഞ്ഞു. ഇന്റർവെല്ലിന് ശേഷം ക്ലൈമാക്സ് ആയി മൊത്തം പടം കയ്യിൽ നിന്ന് പോയി. വണ്ണി വിജയ് കിട്ടിയ വണ്ണി. വെങ്കട്ട് പ്രഭു തല ഫാനാണ്, ഉറപ്പിച്ച്. അറിഞ്ഞൂടാ, വിജയ് കളിയാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. പടം പോലെ VFX ഒക്കെ ഭയങ്കര ലാസ്റ്റ് കൊണ്ടുവന്ന് കളഞ്ഞു. അങ്ങനെ പറയാൻ പറ്റൂല. കുഴപ്പമില്ല, അവസാനം കൊണ്ട് കളഞ്ഞു. അടിപൊളി. നല്ല പടമാണ്, കിടിലൻ പടം. എന്തായാലും പോയി കാണണം, എല്ലാവരും കാണണം. നെഗറ്റീവ് ഒന്നുമില്ല, കിടിലൻ പടം, എല്ലാവരും പോയി കാണണം, ഒരു പ്രശ്നമില്ലാത്ത പടമാണ്, കിടിലൻ സാധനമാണ്. അത്ര സൂപ്പർ പടം, കാണണം ഇത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. നല്ല സിനിമ, 150 വർത്ത് വാച്ച്. സിനിമ രക്ഷയില്ല, പ്രതീക്ഷിച്ചതിനെക്കാട്ടും കിട്ടില്ല, ലിയോനെക്കാട്ടും കിട്ടില്ല എന്ന് പറയാം. അത്ര കിട്ടില്ല. നല്ല പടമാണ്. ഹാറ്റേഴ്സ് വേണമെങ്കിൽ പറയും, പക്ഷേ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫുൾ നെഗറ്റീവ് ഒക്കെ വല്ല അറിയാത്തവരെ കണ്ടിട്ട് നല്ല പടമാണ്. തിയേറ്റർ ഫസ്റ്റ് വാച്ചാണ്, നല്ല പടമാണ്, ഒന്ന് കാണണം. വലിയ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, ഫസ്റ്റ് ഹാഫാണ് ശരിയായ ഒരു ഇത്. എല്ലാവർക്കും അടിപൊളി. ആക്ടിങ് വന്നിട്ട് ഇപ്പം നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പം പഴയ പോലെ ഇല്ലാതെ സെക്കൻഡ് ഹാഫ് നല്ല ഡബിൾ ചെയ്തിട്ട് കാണിക്കുന്നത്, അടിപൊളിയായിട്ട്. എടുത്തു പറയാനായിട്ട് അത്രയൊന്നുമില്ല. ഇത് ഡബിളായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് പോരായിരുന്നു, അതുകൊണ്ടിട്ടാണ് റിന്യൂവൽ അങ്ങനെ ആയതുകൊണ്ട്. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല, കാണാറ് ഒരു പ്രാവശ്യം കാണാം. പടം കൊള്ളാം, നല്ല പടമാണ്. നമ്മൾ വിജയ് രസികനായിട്ട് പറയുന്നതല്ല, പടം നല്ല പടമാണ്. വിജയ് നല്ല അഭിനയം ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇല്ല, നല്ല പടമാണ്, നല്ല പടം. നമ്മൾ വിജയുടെ എല്ലാ പടവും കാണാറുണ്ട്, പക്ഷേ ഇത് വിജയ് നോക്കട്ടെ, ഇതിനു മുമ്പ് ഒരു പടം ഇറങ്ങിയില്ല, അതിനേക്കാൾ നല്ല പടമാണ്. നല്ല ആക്ഷൻ, നല്ല അഭിനയം, നല്ല ഇതാണ്. നമ്മൾ ഈ 3 മണിക്കൂറുണ്ടെന്ന് നമുക്ക് ചില പടങ്ങൾ 3 മണിക്കൂറുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറടിച്ച് നമുക്ക് എണീറ്റ് പോകാനുള്ള അവസ്ഥ വന്നു. പക്ഷേ ഇത് ഒരു സമയത്ത് എണീറ്റ് പോകാനുള്ള ഒരു ഇത് വരുന്നില്ല. നമ്മൾ ഇരുത്തിയിരിക്കുന്നു. ഒരു രംഗം ചെറുതായിട്ട് കാണിക്കുന്നതിന് അടുത്ത രംഗത്തിൽ നമ്മളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു. പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പടം ഡാൻസും മനസ്സിലാവുന്ന കഥ നോക്കി അറിഞ്ഞു വന്നിട്ടായിരിക്കും. ഇത് മൊത്തത്തിൽ 2-3 കഥകൾ ചേർത്താണ് വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ കഥ കുറ്റം പറയുന്നവർ പറഞ്ഞിട്ടേ ഇരിക്കുകയുള്ളൂ, പക്ഷേ വിജയ് കയറിക്കൊണ്ട് വരും. അതാണ് വിജയുടെ ഇത്.